വടകര എസ്.പി. ഓഫീസ് മുതൽ കൈനാട്ടി വരെ സർവീസ് റോഡ് നവീകരിച്ച് ഗതാഗതം സുഗമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടകര ഡെവലപ്മെന്റ് ഫോറം നാളെ സായാഹ്ന ധർണ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ധർണ എം.എൽ.എ. കെ. രമ ഉദ്ഘാടനം ചെയ്യും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പുതുപ്പണം എസ്.പി. ഓഫീസ് മുതൽ കൈനാട്ടി വരെയുള്ള സർവീസ് റോഡ് നവീകരിച്ച് ഗതാഗതം സുഗമമാക്കുക, മാർക്കറ്റ് റോഡ്, ജെ.ടി. റോഡ്, മെയിൻ റോഡ് എന്നിവിടങ്ങളിലെ അനധികൃത പാർക്കിംഗും ഗതാഗത കുരുക്കും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വടകര ഡെവലപ്മെന്റ് ഫോറം സായാഹ്ന ധർണ സംഘടിപ്പിക്കുന്നത്. നാളെ വൈകിട്ട് 3:30 പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ധർണ നടക്കുന്നത്. കെ. രമ എം.എൽ.എ. ധർണ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മളെ ദേശീയപാത വിഷയത്തിൽ വടകര ഡെവലപ്മെന്റ് ഫോറം 6-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഒരു സായാഹ്ന ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട എം.എൽ.എ. കെ. രമയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ദേശീയപാതയ്ക്ക് അതേ പ്രാധാന്യം സർവീസ് റോഡിനുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണത്തിന് അതേ പ്രാധാന്യം സർവീസ് റോഡിലാണ് പ്രദേശവാസികൾ എപ്പോഴും ആശ്രയിക്കുക എന്നുള്ളതാണ്. പക്ഷേ നിർമ്മാണ കമ്പനിയോ അധികാരികളോ സർവീസ് റോഡിനാണ് മുഖ്യ പരിഗണന നൽകിയിരുന്നത്. അപ്പോൾ ദേശീയപാതക്കാണ് പരിഗണന നൽകിയിരുന്നത്. സർവീസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. അതിപ്പോഴും തന്നെ ചില കുണ്ടുകളിൽ അവർ താർമിശ്രം കൊണ്ടിടുന്നുണ്ട്. അത് നികത്ത് നിരപ്പാക്കുന്നില്ല. അപ്പം കുണ്ടുമാറി കൂനയായി മാറി എന്നുള്ളതാണ്. ഇപ്പം മഴ വന്നപ്പം എല്ലാം പതുക്കെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നത്. ആ ബ്ലോക്കാണ് ഈ വടകര നഗരത്തെ പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കുന്നത്. അത് വടകര ഉൾനാട്, ആ ബ്ലോക്ക് ഉൾനാടിലേക്ക് ഇവിടുന്ന് പോകേണ്ട ആളുകളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഉൾനാടുകളിൽ നിന്ന് ടൗണിലെത്തേണ്ട ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചെറിയ നഗരങ്ങളെ ഈ ആകെ സ്തംഭിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതുകൊണ്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ വടകര മേഖലയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എസ്.പി. ഓഫീസ് മുതൽ കൈനാട്ടി വരെയുള്ള സർവീസ് റോഡ് നവീകരിച്ചിട്ട് ഗതാഗതം സുഗമമാക്കണം നമ്മൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് വടകര ടൗണിന്റെ ഹൃദയഭാഗം ഉൾക്കൊള്ളുന്ന മാർക്കറ്റ് റോഡ്, ജെ.ടി. റോഡ്, മെയിൻ റോഡ് ഇവിടങ്ങളിലൊക്കെ തന്നെ അനധികൃതമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പം കച്ചവടക്കാരുടെ വാഹനങ്ങൾ അവരുടെ ഷോപ്പിന് മുന്നിൽ പാർക്ക് ചെയ്യുമെന്ന് പറയുന്ന പരാതിയുണ്ട്. അത് ആരുടേതായാലും ശരി, ഈ മാർക്കറ്റ് റോഡിലായാലും ജെ.ടി. റോഡിലായാലും മെയിൻ റോഡിലായാലും അനധികൃത പാർക്കിംഗ് ഒഴിവാക്കേണ്ടതാണെന്നുള്ളതാണ്. അത് ഒഴിവാക്കിയാൽ മാത്രമേ ഈ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് മാറുകയുള്ളൂ. അത് നഗരത്തിന്റെ വികസനത്തിനും നഗരത്തിലെ സുഗമമായിട്ട് ആളുകൾക്ക് വന്നു ചേരാനും പോകാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളൂ. വടകര നഗരം എന്ന് പറയുന്നത് താലൂക്കിന്റെ ആസ്ഥാനമാണ്. കിഴക്കൻ മേഖല തൊട്ട് ആളുകളൊക്കെ താലൂക്ക് ഓഫീസിലെ ജില്ലാ ആശുപത്രിയിലൊക്കെ വരുന്നതാണ്, വാഹനങ്ങളിൽ വരുന്നതാണ്. അവർക്ക് സുഗമമായിട്ട് പ്രധാനപ്പെട്ട കൊപ്ര മാർക്കറ്റ് വടകരയാണുള്ളത്. അതെല്ലാം തന്നെ സുഗമമായി പ്രവർത്തിച്ചാൽ മാത്രമേ നഗരത്തിന് മൊത്തത്തിൽ വികസനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് വികസനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. മാർക്കറ്റ് റോഡിലെയും ജെ.ടി. റോഡിലെയും മെയിൻ റോഡിലെയും ഗതാഗത കുരുക്ക് ബ്ലോക്ക് എന്ന് പറയുന്നത് വടകര നഗരത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് നഗരത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ വികസനം അനിവാര്യമാണ്. വികസനം മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മാർക്കറ്റ് റോഡിലെയും ജെ.ടി. റോഡിലെയും മെയിൻ റോഡിലെയും അനധികൃത പാർക്കിംഗ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണം. അതിന് നഗരസഭ ചെയ്യേണ്ട പണി നഗരസഭ ചെയ്യണം. മറ്റ് PWD ഭാഗത്ത് ചെയ്യേണ്ട പണി PWD ചെയ്യണം. അതെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ട അധികാരികൾ കൃത്യമായിട്ട് ഇത് നിർവഹിക്കണം എന്നുള്ളതാണ്. ആ നിർവഹിക്കുന്നതിൽ അനാസ്ഥ തുടർന്നു കഴിഞ്ഞാൽ നഗരമാണ് നശിച്ചു പോകുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ ആവശ്യത്തോട് പൊതുസമൂഹത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട്, പൊതുവികാരത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.